അപ്പൊ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. ഇന്ന് ആലപ്പുഴയിൽ നിന്ന് അനുമോദ ശരണ്യാണ് ചേരുന്നത്. ഇന്നലെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിലുണ്ടായ ട്വിസ്റ്റും ഒപ്പം തന്നെ BJP പ്രവേശനവും ഒക്കെ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇന്ന് മറ്റൊരു വാർത്തയാണ് തൃശൂരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അത് കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും പത്മജയുടെ ആ രാഷ്ട്രീയ ട്വിസ്റ്റിന് ശേഷമാണ് ഇപ്പോൾ കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് അനുമോദ് അതിന്റെ വിശദാംശങ്ങൾ? ശരണ്യ, കോൺഗ്രസ് നടത്തുന്ന ഒരു മികച്ച രാഷ്ട്രീയ നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുമെന്ന വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് ഈ പത്മജ BJPയിലേക്ക് പോയതിനെ പ്രതിരോധിക്കുവാനും തൃശൂരിൽ അത് ഉണ്ടാക്കുന്ന ഡാമേജ് മറികടക്കുവാനും കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. നമുക്കറിയാം, കെ കരുണാകരന് തൃശൂരുമായിട്ടുള്ള ആത്മബന്ധം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കരുണാകരന്റെ മക്കളിൽ ഒരാൾ BJPയിലേക്ക് പോവുക എന്നത് BJPയെ സംബന്ധിച്ച് വലിയ പ്രചരണ ആയുധമാണ്. CPM-ഉം ഇടതുപക്ഷവും അത് വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുതന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇതിനെ മറികടക്കുവാൻ കെ മുരളീധരന്റെ തൃശൂരിലെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. കാരണം പ്രചരണത്തിലാകട്ടെ, മറ്റിടങ്ങളിൽ ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആകട്ടെ, അത് വലിയ തോതിൽ തന്നെ കോൺഗ്രസിന് ഈ ഒരു മുരളീധരന്റെ സാന്നിധ്യം പത്മജ BJPയിലേക്ക് പോയതിനെ മറികടക്കുവാൻ കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ടതുണ്ട്. പക്ഷേ ഇതുവരേക്കും ലഭിക്കുന്ന സൂചന അനുസരിച്ച് കെ മുരളീധരൻ തന്നെയാകും തൃശ്ശൂരിൽ മത്സരിക്കുക എന്നുള്ളതാണ്. അത് മറ്റൊരു കാരണം കൂടിയുണ്ട്. എൻ പ്രതാപനേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാകും കെ മുരളീധരൻ എന്നൊരു വിലയിരുത്തലും കോൺഗ്രസിലെ ഒരു ഭാഗത്തിന് ഉണ്ട്. സ്വാഭാവികമായിട്ടൊരു ത്രികോണ മത്സരം നടക്കുമ്പോൾ കോൺഗ്രസിന് ഒരു മേൽക്കൈ നേടാൻ മുരളീധരന്റെ സാന്നിധ്യം കൊണ്ട് സാധിക്കും എന്ന് തന്നെ വേണം എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. എന്താണെങ്കിലും ഈ ഒരു പത്മജ BJPയിലേക്ക് പോയതുകൊണ്ടുണ്ടായ ഒരു തിരിച്ചടിയെ മറികടക്കുവാൻ ഈ ഒരു നീക്കത്തിലൂടെ സാധിക്കുമെന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസിനുള്ളത്. ശരണ്യ, തീർച്ചയായിട്ടും അനുമോദി, അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിപൂർവമായൊരു അതെ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിപൂർവമായൊരു നീക്കമെന്ന് തന്നെ പറയാം. കാരണം കെ കരുണാകരന്റെ സ്വന്തം തട്ടകമായ തൃശൂരിലേക്ക് ഇന്നലെ പത്മജ അത്തരത്തിലൊരു BJPയിലേക്ക് ഒരു നീക്കം നടത്തിയപ്പോൾ ആ വൈകാരികമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനായി കെ മുരളീധരനെ തന്നെ തൃശൂരിലേക്ക് ഇറക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കം എന്ന് തന്നെ പറയാം. എന്തായാലും തൃശൂര് കോൺഗ്രസിലെ ഫൈറ്ററാണ് കെ കരുണാകരന്റെ മകനായ കെ മുരളീധരൻ. എന്തായാലും നമുക്ക് തൃശ്ശൂരിൽ ഒരു വലിയ മത്സരം തന്നെ നടക്കുമെന്ന് നമുക്ക് ഇപ്പോൾ ചിത്രം തെളിയുമ്പോൾ അത് തന്നെ പറയാൻ കഴിയും. എന്തായാലും വനിതാ